എങ്ങനെയാണ് ഒരു ടോക്കണിന് നല്ല ഡിമാൻഡ് ഉണ്ടാകുന്നത്? ഒബ്വിയസ്ലി ലോ സപ്ലൈ ആണ്. പിന്നെ അതിന് നല്ലൊരു യൂസർ ബേസും വേണം. എന്നാൽ ഇത് മാത്രം മതിയോ? ഒരിക്കലും പോരാ. ആ ടോക്കണിൻ്റെ സപ്ലൈ കുറഞ്ഞ് വരണം. അത് മാത്രവുമല്ല, അതിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിറ്റിക്കാർക്ക് റിവാർഡും കിട്ടണം. അപ്പോഴാണ് ആ ടോക്കണിനൊരു ഡിമാൻഡ് ഉണ്ടാവുകയും അതിൻ്റെ പ്രൈസ് അപ്രീഷിയേഷൻ നടക്കുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ടെക്നിക്കാണ് ടോക്കൺ ഫ്ലൈ വീൽ ഇംപ്ലിമെൻറ്റേഷൻ. ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഒരു ടോക്കണിന് ഒരു യൂട്ടിലിറ്റി കൊടുത്ത് അതിന് ഒരു ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഉണ്ടാക്കി അതിനെ ഒരു റീഇൻഫോഴ്സിങ് എക്കണോമിക് ലൂപ്പായി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലൈ വീൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ആക്ച്വലി സംഭവിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ റിയൽ യൂസേജിനനുസരിച്ചിട്ടുള്ള റിയൽ റവന്യൂ ഉണ്ടാകുന്നുണ്ട് ഇൻ ഫസ്റ്റ് പ്ലേസ്. ആ റവന്യൂവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സ്റ്റേക്കേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റിയൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടോക്കൺ ഇൻഫ്ലേഷൻ അല്ല അവിടെ സംഭവിക്കുന്നത്, ടോക്കൺ ഡിഫ്ലേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു നല്ല മെക്കാനിസം ആണെന്ന് പറയുന്നത്.